മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ആനന്ദ് വിശ്വനാഥൻ എന്ന മുൻ അധ്യാപകനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. 11 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹത്തിന് നീതി ലഭിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ വൈറലാണ്. ഒരു കോളേജിൽ ഒരു കുറ്റകൃത്യം നടത്തുന്നുണ്ടെങ്കിൽ ആ പിള്ളേർ ഫിസിക്കലി അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യേണ്ടത് ആര്? അറ്റൻഡൻസിനകത്ത് ആ പിള്ളേർ ആബ്സെൻ്റ് ആയിരുന്നു. 2ാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അവധിക്ക് പോയത് ആ പിള്ളേർ. അപ്പോൾ 1 മാസമായിട്ട് കോളേജിൽ ഇല്ലാത്ത കുട്ടികൾ ഇവരുടെ പരാതിനകത്ത് പറയുന്നത് കഴിഞ്ഞ 1 മാസകാലമായിട്ടും ഈ അധ്യാപകൻ്റെ ഭാഗത്തുനിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പം തന്നെ അത് ഫ്ലോപ്പല്ലേ? അപ്പോൾ അന്വേഷിച്ച ഈ അന്വേഷണ കമ്മീഷനും അവർ കണ്ടെത്തി. പക്ഷേ ഈ കോളേജ് എഡ്യൂക്കേഷനിൽ നിന്ന് നിയോഗിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവർ എന്താണ് അന്വേഷിച്ചത്? ഞാൻ ഹാപ്പിയാണ്, സന്തുഷ്ടനാണ്. ഇനി ഇതുപോലുള്ള സംഭവങ്ങളിൽ ആവർത്തിക്കരുത്. നമ്മൾ കൊടുക്കുന്ന സന്ദേശം അതാണ്. ഇനി മേലാൽ അത് ഒരുപക്ഷെ നിങ്ങളുടെ കവറേജിലേക്ക് കൊണ്ടുവരണം. ഇനി വാർത്തയിലേക്ക് കടക്കാം. വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചെന്ന വ്യാജ പരാതിയിൽ മൂന്നാർ കോളേജിലെ ആനന്ദ് വിശ്വനാഥൻ എന്ന മുൻ അധ്യാപകന് വന്ന നഷ്ടങ്ങൾ വലുതാണ്. 11 വർഷം നീണ്ട നിയമ പോരാട്ടം, ഉറങ്ങാതിരുന്ന രാത്രികൾ, മാനഹാനി, ഒപ്പം കുടുംബത്തിൻ്റെ വേദനകളും. അപ്പോഴും അദ്ദേഹം പകരുന്ന പാഠമുണ്ട്. എത്രയൊക്കെ വേദനിപ്പിച്ചാലും അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന് വിശുദ്ധിയുണ്ടെന്ന്. അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയവർ പോലും പഠിക്കേണ്ട പാഠം തന്നെയാണ് ആനന്ദ് വിശ്വനാഥിൻ്റെ വാക്കുകൾ. മൂന്നാർ ഗവൺമെൻറ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം തലവനായിരുന്നു പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ. 2014 സെപ്റ്റംബർ 5 കോളേജിൽ പരീക്ഷ നടക്കുന്നതിനിടെ അഡീഷണൽ ചീഫ് എക്സാമിനർ കൂടിയായ ആനന്ദ് 5 വിദ്യാർത്ഥിനികളെ കോപ്പിയടിച്ചതിന് കയ്യോടെ പിടികൂടി. സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഇൻവിജിലേറ്ററെ ചുമതലപ്പെടുത്തി. പക്ഷേ രാഷ്ട്രീയ ഇടപെടലിൽ അത് ഉണ്ടായില്ല. കോളേജിലെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ഏക പ്രവർത്തകനായിരുന്നു ആനന്ദ് വിശ്വനാഥൻ. വിരോധം തീർക്കാൻ മറുപക്ഷം പീഡന പരാതി എഴുതി വാങ്ങിച്ചു. മൂന്നാറിലെ CPM ഓഫീസിൽ വെച്ചാണ് പരാതി എഴുതിയതെന്ന് പെൺകുട്ടികൾ പിന്നീട് സമ്മതിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് കോൺഗ്രസ് അനുകൂല സംഘടനയിലെ അധ്യാപകന് ഇത്തരമൊരു പേരുദോഷവും മാനനഷ്ടവും ഉണ്ടായതെന്നത് ശ്രദ്ധേയമാണ്. കോളേജിലെ ഇന്റേണൽ കമ്മിറ്റി ആനന്ദിനെ അന്വേഷണത്തിന് വിളിപ്പിച്ചു. എന്നാൽ പരാതിയുടെ വിശദാംശങ്ങൾ അധികൃതർ നൽകിയില്ല. ആനന്ദ് അന്വേഷണം ബഹിഷ്കരിക്കുകയും ചെയ്തു. യൂണിവേഴ്സിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷനും കുട്ടികളുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കി. മൂന്നാർ പോലീസ് 4 കേസുകൾ എടുത്തു. പക്ഷേ കുടുംബം അദ്ദേഹത്തോടൊപ്പം നിന്നു. കെട്ടിച്ചമച്ച പരാതിയാണെന്ന ഭാര്യയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. തങ്ങളുടെ അച്ഛൻ തെറ്റ് ചെയ്യില്ലെന്ന് 3 മക്കളും വിശ്വസിച്ചു. കേസിൽ ദേവികുളം കോടതി 3 വർഷം തടവിന് ആനന്ദിനെ ശിക്ഷിച്ചിരുന്നു. അപ്പീലുമായി തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് അദ്ദേഹം പോയി. വീണ്ടും 4 വർഷം കോടതി കയറിയിറങ്ങി. ഇതിനിടെ 2021 മാർച്ചിൽ വിരമിച്ചു. ഒടുവിൽ വിധി വന്നു. പരാതിക്കാരുടെ മൊഴികളും തെളിവുകളും വിശ്വസിക്കാനാവുന്നതല്ല എന്നാണ് വിധി. കോപ്പിയടിച്ചെന്ന വാദം നിലനിൽക്കുന്നുമുണ്ട്. ഇതെല്ലാം ആനന്ദിന് വ്യാജമായി കുടുക്കിയതാണെന്ന് തെളിയിക്കാൻ ഉതകുന്നതാണെന്ന് കോടതി വിധിച്ചു. ശിക്ഷ വിധിച്ച 2 കേസുകളും അങ്ങനെ ഇല്ലാതായി. പക്ഷേ ആനുകൂല്യങ്ങളെല്ലാം ഇപ്പോഴും തടഞ്ഞു വച്ചിരിക്കുകയാണ്. പെൻഷനും പൂർണ്ണമായി നൽകുന്നില്ല. ഇത് റദ്ദാക്കാൻ അപ്പീൽ നൽകി കാത്തിരിക്കുകയാണ് പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ. നഷ്ടമായതൊക്കെ ആർക്ക് തിരികെ തരുമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.